എവറസ്റ്റ് കൊടുമുടി കയറുന്നതിന് മുമ്പ് എനിക്ക് എവറസ്റ്റ് കൊടുമുടി കയറണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ഈ 7 സമ്മിറ്റ്സ് ഒന്നും നമ്മുടെ ചിത്രത്തിലേ ഇല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ മുകളിൽ കൊണ്ടെത്തിക്കണം എന്നുള്ളൊരാഗ്രഹം. കൂടുതലായിട്ടും ഡെഡ് ബോഡികൾ ഈ 8000 മീറ്റർ എബോവിലാണ് കിടക്കുന്നത്. മൗണ്ട് എവറസ്റ്റ് കിടന്ന് മരിക്കുന്നത് ഒരു പർവ്വതാരോഹൻ്റെ സ്വപ്നമാണ്. ഈ മരിച്ചു കിടക്കുന്ന ബോഡിക്കൊക്കെ എന്തുമാത്രം കഥ പറയാൻ കാണും. ഞാനത് ആലോചിക്കുന്നു. അതെല്ലാം അവിടെ വെച്ച് എൻ്റെ ആയിപ്പോയില്ലേ. എവറസ്റ്റ് ഉൾപ്പെടെ ലോകത്തെ 7 കൊടുമുടികൾ താണ്ടിയ മലയാളി ഷെയ്ഖ് ഹസൻ ഖാൻ പന്തളമാണ് ട്രാവലേഴ്സ് കഫേയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. എവറസ്റ്റ് മാത്രമല്ല, ലോകത്തെ 7 ഭൂഖണ്ഡങ്ങളിൽ നിന്നായുള്ള 7 കൊടുമുടികൾ കൂളായിട്ട് താണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. വലിയ അനുഭവങ്ങൾ ഈ ചെറിയ കാലത്തിനടക്ക് ഹസൻ ഖാൻ ഉണ്ടായിട്ടുണ്ടാവും. ആദ്യത്തെ ആ ഒരു കൊടുമുടി കയറ്റത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ എല്ലാവരും സാധാരണ സഞ്ചാരികൾ സഞ്ചരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഈ വഴിയിലേക്കുള്ള എത്തിപ്പെടലൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ എന്നെ തന്നെ പറയുന്നത് ഒരു ട്രാവലർ എന്നല്ല, ഒരു എക്സ്പ്ലോറർ എന്നാണ്. നമ്മളൊരു സ്ഥലം കണ്ട് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വന്ന ആൾക്കാരോട് കഥ പറയുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതാണ് ഞാൻ പിന്തുടരുന്നത്. മൗണ്ടൻസ് ആദ്യമായിട്ട് കയറുന്നത് ഞാൻ മൗണ്ടനറിങ് കോഴ്സ് ആദ്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഒരു യാത്രയിൽ കണ്ടു. അതിനുശേഷം ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് ബേസിക് മൗണ്ടനറിങ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മൗണ്ടനറിങ് കോഴ്സ് പഠിക്കുകയാണ്. അതിനുശേഷമാണ് ശരിക്കും എനിക്ക് മൗണ്ടനറിങ്ങിനോട് പ്രണയം തോന്നിയത്, ഇഷ്ടം തോന്നിയത്. കാരണം ഈ കോഴ്സ് പഠിച്ച ശേഷം എനിക്ക് ഈ കോഴ്സ് 100-200 പേരുള്ള ഒരു കോഴ്സാണ്. അപ്പം അവരെല്ലാവരും മൗണ്ടനറിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങളിലൂടെ ഞാൻ കുറച്ച് നാൾ യാത്ര ചെയ്ത് അവരുടെ കൂടെ കുറച്ച് ക്ലൈമ്പിംഗ് ഒക്കെ ചെയ്തപ്പോഴാണ് മൗണ്ടനറിങ് ഇഷ്ടമായത്. അതിനുശേഷം ഞാൻ അഡ്വാൻസ്ഡ് മൗണ്ടനറിങ് കോഴ്സ് പഠിച്ചു. വീണ്ടും കുറച്ചും കൂടെ ഒരു 200, വീണ്ടും ഇന്ത്യയുടെ പല ഭാഗത്തുള്ള 200 വരെ കിട്ടി. അപ്പോൾ അവരുടെ സ്വപ്നങ്ങളിലൂടെ യാത്ര ചെയ്തു. എന്നിട്ടാണ് എവറസ്റ്റ് കൊടുമുടി കയറാനുള്ളൊരു പ്ലാൻ റെഡിയായത്. ഇന്ത്യയുടെ 75th ഇയർ ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ മുകളിൽ കൊണ്ടെത്തിക്കണം എന്നുള്ളൊരാഗ്രഹം. ആഗ്രഹം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 75th ഇയർ ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസിൽ നമ്മൾ ജീവനോടെ ഉണ്ട്. 100ാമത്തെ വാർഷികം നമ്മളുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും രാജ്യത്തിന് വേണ്ടി ചെയ്യണമെന്നുള്ളൊരാഗ്രഹത്തിൽ നമ്മൾ പട്ടാളത്തിലൊക്കെ ചേരണമെന്ന് പണ്ട് ആഗ്രഹമുള്ള ആളായിരുന്നു. മീൻസ് പട്ടാളം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആംഡ് ഫോഴ്സിൽ. പക്ഷേ അത് കൃത്യമായ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 18 വയസ്സൊക്കെ ആയപ്പോൾ ചേരാൻ പറ്റിയില്ല. അപ്പം അവരോടുള്ള ഒരു സ്നേഹവും രാജ്യത്തിനുള്ള ഇതും വെച്ച് നമുക്ക് സിവിലിയനല്ലേ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ ഇന്ത്യയിലെ ഭക്ഷണം തിന്നു തീർക്കാമെന്നുള്ളതല്ലാതെ വേറൊന്നും രാജ്യത്തിനോട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു എക്സ്പെഡീഷൻ മുന്നിൽ വെച്ചിട്ട് അതിനുവേണ്ടി ഒരു 4-5 വർഷം കഠിനമായിട്ട് പ്രയത്നിച്ച് ആണ് ഈ മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുന്നത്. എത്രാമത്തെ വയസ്സിലായിരുന്നു? 33ാമത്തെ വയസ്സിലായിരുന്നു. അതിനൊരു കാരണങ്ങളുണ്ട് കേട്ടോ. വയസ്സ് ചോദിച്ചപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഞാൻ മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ സമയത്തെ, അപ്പോൾ ആ സമയത്ത് എവറസ്റ്റ് ക്ലൈംബ് ചെയ്യണമെന്ന് എനിക്കില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരുപാട് ഇൻസ്ട്രക്ടേഴ്സ് വന്ന് നമുക്ക് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഒരു ഇൻസ്ട്രക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ ലങ്സിൻ്റെ മാക്സിമം കപ്പാസിറ്റി 33ാമത്തെ വയസ്സിലോട്ടാണ് ഓപ്പൺ ആവുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല, കറക്റ്റാണ്. മാക്സിമം കപ്പാസിറ്റി യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ആവുന്നത്, അല്ലെങ്കിൽ ആ ഒരു യൂസ് ചെയ്യുന്ന സമയം 33 തൊട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇത് കിടക്കുക. അപ്പോൾ എനിക്ക് ആ ഒരു മാക്സിമം കപ്പാസിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ക്ലൈംബിങ് ചെയ്യാമെന്നുള്ളൊരു ചിന്തയും കൂടി എൻ്റെ മനസ്സിലൂടെ പോയി. 2017 മുതലാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്നത്. പക്ഷേ 2022-ലാണോ എവറസ്റ്റ്? അതെ, 2017-18 സമയത്താണ് ഈ 75th ഇയർ ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിയൊക്കെ വന്ന ശേഷം ഇങ്ങനെ വലിയൊരു ഒരു പ്രോഗ്രാം ഇന്ത്യക്ക് ആസാദി കാ അമൃത് മഹോത്സവം എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ പോകാമെന്ന് മനസ്സിലായി. ഞാൻ ഡൽഹിയിലുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ നേരത്തെ തന്നെ ഇൻഫർമേഷൻ കിട്ടി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. കാരണം 8848 മീറ്ററാണ് മൗണ്ട് എവറസ്റ്റ്. നമുക്കിത് ഡയറക്റ്റായിട്ട് പോയിട്ട് കയറാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഈ 30 വർഷം സീ ലെവലിൽ ജീവിച്ച ആൾക്കാർക്ക്. കാലങ്ങളായിട്ട് നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയും നമ്മുടെ മൈൻഡും എല്ലാം ഈ ഒരു ആൾട്ടിറ്റ്യൂഡിന് ജീവിക്കാൻ വേണ്ടിയിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ഷിഫ്റ്റ്, ഈ ഒരു ഹൈറ്റിലേക്ക് പോയിട്ട് നമുക്ക് ജീവനോടെ തിരിച്ചു വരണമല്ലോ. ബേസിക്കലി നമ്മുടെ എക്സ്പെഡീഷൻ കഴിഞ്ഞ് തിരിച്ചു വരണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒരു 3-4 വർഷം മിനിമം എടുക്കും. അപ്പോൾ അത് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു 5000 മീറ്റർ കയറി നമ്മുടെ ബോഡി സെറ്റാണോ നോക്കുക, അതിന് 6000 മീറ്റർ കയറി നമ്മുടെ ബോഡി സെറ്റാണോ നോക്കുക, 7000, 8000 ഇത്രയും കയറി നിങ്ങളുടെ ബോഡി ആ ഒരു ആൾട്ടിറ്റ്യൂഡിൽ വിസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ മൗണ്ട് എവറസ്റ്റ്. ഓ, ഓക്കെ.
ഈ എവറസ്റ്റ് കീഴടക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും കൊടുമുടികൾ വേറെ കിടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു. അതിലേക്ക് എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എങ്ങനെയാണത് തുടർച്ചയായിട്ട് ഒരു ഒന്നിനു പിറകെ ഒന്നായി ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തുള്ള കൊടുമുടികളിലേക്കുള്ള യാത്ര? എവറസ്റ്റ് കൊടുമുടി കയറുന്നതിന് മുമ്പ് എനിക്ക് എവറസ്റ്റ് കൊടുമുടി കയറണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഈ 7 സമ്മിറ്റ്സ് ഒന്നും നമ്മുടെ ചിത്രത്തിലേ ഇല്ല. ആൾക്കാർ ചോദിക്കും ചെറുപ്പം മുതലേ മൗണ്ടൻസ് കയറുന്ന ആളാണല്ലേ. ഞാൻ അങ്ങനെയൊന്നുമല്ല. നമുക്കൊരാഗ്രഹം വന്ന് നമ്മൾ ട്രെയിനിങ് ചെയ്ത് പിന്നെ മൗണ്ടനറിങ്ങിലേക്ക് വന്നാൽ ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കുന്ന ആളുമല്ല. അപ്പം എവറസ്റ്റ് ക്ലൈംബ് ചെയ്തു. അപ്പോൾ അതിനുശേഷം എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ലക്ഷ്യങ്ങൾ വേണം. മരണം വരെ നമുക്ക് എന്തെങ്കിലും എവറി ഡേ ചെയ്യാൻ ലക്ഷ്യം വേണം, എവറി മന്ത് ഉള്ളൊരു ലക്ഷ്യം വേണം, എവറി ഇയർ ഉള്ള ലക്ഷ്യം വേണം, ഒരു ലൈഫ് ലോങ് ആയിട്ടൊരു ലക്ഷ്യം വേണം. അതാണ് ഫോക്കസായിട്ട് നമ്മളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് തള്ളിക്കൊണ്ട് പോകുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് യങ്ങായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ബ്രെയിൻ റീവെയർ ചെയ്ത് നമുക്ക് പുതിയ പുതിയ ചിന്തകൾ വരത്തുള്ളൂ. നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കണമെങ്കിൽ ഇത് വേണം. അപ്പം എവറസ്റ്റ് ക്ലൈംബ് ചെയ്തപ്പം ഒരുപാട് അനുമോദനം കിട്ടി, ഒരുപാട് പേര് പ്രശംസിച്ചു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി സംസാരിച്ചു. അപ്പോഴാണ് എനിക്കിതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മടുക്കും. മീൻസ് നമുക്കൊരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയാം, എത്ര നാൾ വേണമെങ്കിലും പറയാം. അപ്പോൾ അങ്ങനെ എനിക്ക് പുതിയ സങ്കേതങ്ങൾ തേടി പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എവറസ്റ്റിൽ വെച്ച് എൻ്റെ കൂടെ പരിചയപ്പെട്ട സുബീർ ബക്ഷി എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹം എൻ്റെ കൂടെ എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത അമേരിക്കക്കാരനായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങൾ രണ്ടും ഒരുമിച്ചായിരുന്നു ടെൻറ്റിനകത്ത് കിടക്കുന്നത്. ആ ടെൻറ്റിനകത്ത് കിടക്കുന്ന ഏതോ അവസരത്തിലാണ് അദ്ദേഹം ഈ 7 ഭൂഖണ്ഡങ്ങളുടെ കഥ എൻ്റെ അടുത്ത് പറയുന്നത്. കാരണം പുള്ളിക്കാരൻ എവറസ്റ്റ് അതിന് 3-4 മൗണ്ടൻസ് ചെയ്ത് കഴിഞ്ഞു. എവറസ്റ്റ് എനിക്ക് തോന്നുന്നു 6th മൗണ്ടനാണ്. അത് കഴിഞ്ഞ് ദെനാലി നോർത്ത് അമേരിക്കയും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 7 സമ്മിറ്റ് ആവും. അപ്പോൾ അദ്ദേഹം ഈ കഥകൾ ഈ ഇപ്പോൾ മൗണ്ടനിൽ വെച്ച് പറയുന്ന കഥകൾ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ട്. അപ്പോൾ അതാണ് ബേസിക്കലി എന്നെ 7 സമ്മിറ്റിലേക്ക് എത്തിച്ചത്. അപ്പോൾ എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞ് ദെനാലി എന്നെ ഫ്രീ ആയിട്ട് മൊത്തം പൈസയും ചിലവെടുത്ത് കൊണ്ടുപോയത് ഈ അമേരിക്കക്കാരനായിട്ടുള്ള സുബീർ ബക്ഷിയാണ്. കാരണം ഞാനും അദ്ദേഹവും ഒരു എവറസ്റ്റിലൊരു ക്യാമ്പിൽ ഒരു സ്റ്റാൻഡേർഡായിട്ട് പോവുകയും ക്യാമ്പ് 4-ലായിരുന്നു. ക്യാമ്പ് 4 എന്ന് പറഞ്ഞാൽ 7800 മീറ്ററാണ്. നമ്മൾ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാറില്ല. കാരണം രാത്രി ഓക്സിജൻ വെച്ച് നമ്മളവിടെ കിടന്നുറങ്ങുന്നത്. 26,000 അടിയാണ് അവിടെ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക ഉയർത്തിയത്. വല്ലാത്തൊരു ടെറൈനാണ്, കല്ലുകൾ മാത്രമേ ഉള്ളൂ. മഞ്ഞുണ്ട്, അങ്ങ് മഞ്ഞുണ്ട്, ഭയങ്കര കാറ്റ്, ഭയങ്കര തണുപ്പ്. നമുക്ക് ബോഡി അവിടെ ആ ഒരു ആൾട്ടിറ്റ്യൂഡിൽ നമുക്ക് വിസ്റ്റാൻഡ് ചെയ്യത്തില്ല, നമുക്ക് ഓക്സിജൻ വെച്ചാൽ തന്നെയും. അപ്പോൾ ആ രാത്രി ഞാനും പുള്ളിയുടെ എവറസ്റ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു. പുള്ളിക്കാരന് ക്രാമ്പായിട്ട് ആ ക്യാമ്പിൽ പുള്ളിക്കാരന് സ്റ്റേ ചെയ്യേണ്ടി വന്നു. പുള്ളിക്കാരൻ്റെ കൂടെ ഞാനും നിന്നു. അപ്പോൾ അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ കിടന്നുറങ്ങിയപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ രണ്ടും കൈകളൊക്കെ കെട്ടിയിട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. എന്നുവെച്ചാൽ ഈ ഓക്സിജൻ തീർന്നിട്ട് ഒരാൾ മരിക്കുകയാണെങ്കിൽ പെടയുമല്ലോ, മറ്റയാൾ അറിയാൻ വേണ്ടിയിട്ട്. കാരണം പുറത്ത് കാറ്റാണ്, നിലവിളിയൊന്നും നടക്കത്തില്ല. ഈ മാസ്ക് വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് നിലവിളിക്കാനും പറ്റത്തില്ല. അത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് കിടക്കുകയായിരുന്നു. പക്ഷേ രാവിലെ അത്ഭുതകരമായി ഞങ്ങൾ രണ്ടുപേരും കണ്ടു തുറന്നു. എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള രാത്രി അതായിരുന്നു എനിക്ക് തോന്നുന്നത്. തൊട്ടപ്പുറത്തെ ക്യാമ്പിൽ നമ്മുടെ ഒരു ഷെർപ്പയുണ്ട്. പുള്ളിക്കാരൻ അവിടെ ഫുഡ് കുക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ നൈസായി പോകും. അത്രയ്ക്ക് തണുപ്പുള്ളൊരു ക്യാമ്പാണ്. അപ്പം ആ സുബീർ ബക്ഷി ആ ഒരു രാത്രി ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ സ്റ്റേ ചെയ്തതിലുള്ളൊരു സ്നേഹമായിരിക്കാം, പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹം ആ 3ാമത്തെ സമ്മിറ്റ്, ഫസ്റ്റ് എൻ്റെ കിളിമഞ്ചാരോ ആയിരുന്നു. ജസ്റ്റ് ഒരു ഇൻ്റർനാഷണൽ യാത്ര എന്നുള്ള രീതിയിൽ കിളിമഞ്ചാരോയിൽ പോയി 2021. അത് ജസ്റ്റ് ഒരു ട്രക്കാണ്, വലിയ ക്ലൈമ്പിംഗ് ഒന്നുമില്ല. 6 days ഉള്ള ഒരു മലകയറ്റം. അത് കഴിഞ്ഞിട്ടാണ് എവറസ്റ്റ്. 3ാമത്തത് ഈ സുബീർ ബക്ഷി. അതാണ് ശരിക്കും ഈ 7 സമ്മിറ്റിലേക്കുള്ളൊരു വാതിൽ എന്ന് പറയുന്ന. സാധാരണ എവറസ്റ്റ് കയറുക എന്നത് നമ്മുടെ ഒരു ഇച്ഛാശക്തിയോ നമ്മുടെ സന്നദ്ധതയോ സമയമോ ആരോഗ്യമോ മാത്രം ഉണ്ടായാൽ പോരല്ലോ, കാശ് കൂടി വേണം. അതെ, വലിയ പണച്ചെലവുള്ള ഒരു ഇടപാടാണ് സത്യത്തിൽ ഈ മൗണ്ടനിയറിങ് എന്ന് പറയുന്നത്. ഈ സുധീർ ബക്ഷിയെ കണ്ടതാണ് അതിലേക്ക് വഴി തോന്നിയത്. ബാക്കി സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ്? സുബീർ ബക്ഷി എൻ്റെ 3rd സമ്മിറ്റാണ് എന്നെ ഹെൽപ്പ് ചെയ്ത്. മീൻസ് മൗണ്ട് ദെനാലി, നോർത്ത് അമേരിക്ക. അവിടെയാണ് കുടുങ്ങിയത്? അവിടെയാണ് ഇപ്പം കുടുങ്ങിയത്. പണ്ടും ഞാൻ കുടുങ്ങിയായിരുന്നു സുബീർ ബക്ഷിയുടെ കൂടെ. പക്ഷേ ആ സമയത്ത് മിക്കവാറും അവിടെ കൊടുങ്കാറ്റടിക്കും. ഞങ്ങൾ 3 days അത് ഞങ്ങൾക്ക് പേടി തോന്നത്തില്ല. നമുക്കറിയാം എവറി ഡേ ഗുഡ് വെതർ ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു 3 ദിവസം ഗുഡ് വെതർ കഴിഞ്ഞ് 2 days ബാഡ് വെതർ കാണും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്യാമ്പിലെത്തി. വെതർ പ്രഡിക്റ്റബിൾ അല്ല. ദെനാലിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദെനാലി ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ വെതർ എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് മൗണ്ടനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് അത്രയ്ക്ക് വലിയൊരു നാഷണൽ പാർക്കാണ്. അലാസ്കയിലാണ് നമ്മുടെ നോർത്ത് പോളിനോട് ചേർന്ന് 79 ഡിഗ്രിയിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക,
അതിൻ്റെ പൊസിഷനിങ്, അതിൻ്റെ ഒരു ജിയോളജിക്കലായിട്ടുള്ള ഒരു പൊസിഷൻ മൂലം അവിടുത്തെ വെതർ വളരെ ഡിസ്റ്റർബിംഗ് ആണ്, പെട്ടെന്ന് ചേഞ്ച് ആവും. ഒരു സംവിധാനത്തിലും കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്ത് തരാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം പോയപ്പോഴും ഈ ഒരു 3 ദിവസം കൊടുങ്കാറ്റിൽ പെട്ടിട്ട് ടെൻറ്റിനകത്ത് തന്നെ ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രമേ പുറത്തിറങ്ങത്തുള്ളൂ, ബാക്കി സമയം ടെൻറ്റിനകത്ത് തന്നെ കിടന്നുറങ്ങും. നമുക്ക് രാത്രി ഇല്ലല്ലോ ഞങ്ങൾ ദനാലി പോകുന്ന സമയത്ത്. ആ സമയത്ത് കൊടുങ്കാറ്റടിക്കുമ്പം താഴത്തെ എല്ലാ മഞ്ഞ് തരികളും പറക്കും. നമ്മുടെ ഈ മരുഭൂമിയിലൊക്കെ കാറ്റടിക്കുന്ന കണ്ടിട്ടില്ലേ, മണ്ണ് പറക്കുന്നത്, അതുപോലെ മഞ്ഞ് പറന്നിട്ട് ഇതങ്ങ് അവിടെ നമ്മുടെ വിസിബിലിറ്റി ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാതാവും. അപ്പോൾ നമുക്ക് ആ ക്യാമ്പിനകത്ത് ഇരിക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് വഴി അറിയാമെങ്കിൽ പോലും നമുക്ക് വഴി തെറ്റും. കാരണം നമുക്ക് വഴി കൃത്യമായി അങ്ങോട്ട് അങ്ങനെ വഴി മാർക്കൊന്നും ചെയ്തിട്ടില്ല. ആൾക്കാർ പണ്ട് പോയ വഴിയൊക്കെ നോക്കിയാണ് നമ്മൾ പോകുന്ന വഴി ചെറിയ ചെറിയ ചൂരൽ പോലത്തെ ഒരു കമ്പാണ് കുത്തി വെക്കുന്നത്. കാരണം അത് പ്ലാസ്റ്റിക് അല്ല, അത് ഒടിഞ്ഞു പോയാലും അവിടെ തന്നെ ദ്രവിക്കട്ടെ എന്നുള്ള രീതിയിൽ അവർ തന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ സാധനമൊന്നുമില്ല. അപ്പം നമ്മൾ നേരത്തെ പോയ ആൾക്കാരുടെ വഴികളൊക്കെ ഈ മഞ്ഞുകാറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഈ മഞ്ഞിൻ്റെ ചെറിയ കണങ്ങൾ വന്നിട്ട് എല്ലാ കാൽപ്പാടുകളും അപ്രത്യക്ഷമാക്കി പുതിയതാക്കും. നമുക്ക് വഴി ഒരടയാളം. അപ്പോൾ എനിക്ക് പല ആൾക്കാരും ചോദിക്കും, പ്രകൃതി എന്താ നിങ്ങളെ പഠിപ്പിച്ചത്? പ്രകൃതിക്ക് മനുഷ്യൻ്റെ കാൽപ്പാടുകളല്ല, ഏത് ജീവിയുടെ കാൽപ്പാടും മാറ്റാൻ ഒരു നിമിഷം മതി. നമ്മൾ വിചാരിക്കും നമ്മുടെ കാൽപ്പാടുകൾ നമ്മൾ ഭൂമിയിൽ പതിപ്പിച്ചു. എന്ത് കാൽപ്പാട്, ഒരൊറ്റ കൊടുങ്കാറ്റിൽ അതൊക്കെ എല്ലാം ഇല്ലാതായി. ഈ ദനാലി ആദ്യത്തെ സഞ്ചാരം ബക്ഷിയുടെ കൂടെയായിരുന്നു. അതെ, വീണ്ടും ദനാലി കയറി. അതെ, അതെങ്ങനെയായിരുന്നു? ദനാലി എന്ന് പറഞ്ഞാൽ എനിക്ക് കൊതിയുള്ള പർവ്വതമാണ്. കാരണം നമ്മുടെ ഒരു മെൻ്റൽ, ഫിസിക്കൽ, സൈക്കോളജിക്കൽ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്നൊരു മൗണ്ടനാണ് മൗണ്ട് ദനാലി. കാരണം അവിടെ നമ്മളൊരു ഏകദേശം ഒരു 65 to 70 kg നമ്മുടെ വെയിറ്റ് ഇല്ല, നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ 18 ദിവസത്തെ എക്സ്പെഡീഷനാണ്. അപ്പോൾ ഒരു 20 kg നമ്മുടെ വലിയൊരു ബാഗിൽ 105 ലിറ്ററിൻ്റെ വലിയ ബാഗുണ്ട് എൻ്റെ. അതിനകത്ത് നമ്മൾ നിറയ്ക്കും. ബാക്കി സ്ലെഡ്ജിനകത്ത് നമ്മളുടെ ഡഫിൾ ബാഗിനകത്ത് കെട്ടിവെച്ച് കൊണ്ടുപോകും. അപ്പോൾ ഇത് വലിക്കുന്നതാണ് ഈ മൗണ്ട് ദനാലിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രശ്നം. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നേപ്പാളിലുള്ള പർവ്വതങ്ങളിലൊന്നും ഇതുപോലെയുള്ള സ്ലെഡ്ജ് പുള്ളിങ് ഇല്ല. അതിന് ഗ്ലേഷ്യർ വേണം, ഗ്രാജുവൽ ഗ്ലേഷ്യർ വേണം. ചില സ്ഥലങ്ങളിൽ ഗ്രാജുവലായിട്ടാണ് അവിടെ ഹൈറ്റ് പോകുന്നതെങ്കിലും ചില ഏരിയയിൽ നല്ല സ്റ്റീപ്പായിട്ട് ഹൈറ്റ് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം നമ്മുടെ ഈ സ്ലെഡ്ജ് നമ്മളുടെ ബാഗിൽ കെട്ടി പുറകിലോട്ട് ഇട്ടിരിക്കുക, വാല് പോലെ കിടക്കുക. നമ്മളിത് വലിച്ച് പോകണം. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ സ്ലെഡ്ജ് മുന്നിൽ വരും. കുറച്ച് ദൂരം കഴിയുമ്പോൾ ഈ സ്ലെഡ്ജ് നമ്മൾ ഏതെങ്കിലും കുഴിയുടെ കൊക്കയുടെ സൈഡിൽ കൂടെ പോകണമെങ്കിൽ ആ സ്ലെഡ്ജ് സൈഡിലോട്ട് പോകും. അപ്പോൾ നമ്മളെ അത് വലിക്കും. മനസ്സിലായില്ല? അതേ സ്ലെഡ്ജ് പോകാത്ത രീതിയിൽ നമ്മൾ ചുമത്തിട്ട് വലിച്ചിട്ട് വേണം പോകാൻ. ഈ ഭാരം വലിച്ചുകൊണ്ട് വേണം നമ്മൾ ക്യാമ്പ് 4 വരെ പോകാൻ, 14,000 അടി വരെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്ലെഡ്ജ് പുള്ളിങ് ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം പോയപ്പം ഈ സ്ലെഡ്ജ് പുള്ളി ചെയ്ത് എൻ്റെ പുറത്തെ മസിലുകളൊക്കെ പൊട്ടിയതാണ്. പക്ഷേ എന്തോ ഞാൻ അതൊരു വല്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇന്ത്യക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് ഇങ്ങനൊരു കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പോകുമ്പം അവിടെ രാത്രിയില്ല, പകൽ മാത്രമേ ഉള്ളൂ. 2 നമ്മളുടെ വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റ് അവരൊരു പാത്രം തരും. CNC ക്യാൻ എന്നാണ് പറയുന്നത്, ക്ലീൻ മൗണ്ടൻ ക്യാൻ, CMC ക്യാൻ. അത് അവിടുത്തെ റേഞ്ച് ഓഫീസറുടെ മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ ക്യാൻ തരും, എക്സ്ട്രാ ഒരു ക്യാനോടെ തരും. അപ്പോൾ നമ്മളുടെ ഈ 18 ദിവസത്തെ വേസ്റ്റ് ഇതിനകത്ത് കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഭക്ഷണമായിട്ട് പോയി, ഇങ്ങോട്ട് വേസ്റ്റുമായിട്ട് വരും. ഏകദേശം എല്ലാം സെയിമാണ്. പക്ഷെ അത്ര പോലും അവിടെ മലിനീകരണമില്ല. നമുക്ക് ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു മൗണ്ടനാണ് മൗണ്ട് ദനാലി. കാരണം വരുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് റെസ്പോൺസിബിളാണ്, ടൂറിസ്റ്റുകളൊക്കെ. കാരണം വളരെ മൗണ്ടനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മൗണ്ട് ദനാലി ക്ലൈംബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം പിന്നെ വളരെ കുറച്ച് കമ്പനികൾക്ക് മാത്രമേ അവിടെ ഓപ്പറേഷൻ അനുമതി കൊടുത്തിട്ടുള്ളൂ. അവരെ കൊണ്ട് എല്ലാ വേസ്റ്റ് ഇടാറേ ഇല്ല ആൾക്കാരവിടെ. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഈ നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയുള്ള പിറ്റ് ഉണ്ടാക്കും, അവിടെ യൂറിൻ പാസ് ചെയ്യും. പിന്നെ ക്യാമ്പ് 4 ഒരു ഏരിയ ഉണ്ട്, അവിടെ നമുക്ക് നമ്മളുടെ ഹ്യൂമൻ വേസ്റ്റ് വേണമെങ്കിൽ കളയാം. പക്ഷെ അങ്ങനെ ആരും കളയാറില്ല. കാരണം ഒരു ക്രിവാസ് ഇവർ കാണിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക്. കാരണം നമ്മുടെ ക്യാമ്പിൽ നിന്ന് ഒരു 2 മണിക്കൂർ നടന്നു പോയി ഡേഞ്ചറസ് ക്രിവാസി വേണമെങ്കിൽ കളയാം. അങ്ങനെ കളയുന്നവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. പക്ഷേ ഞാൻ പോയ മൗണ്ടൻസിൽ ഏറ്റവും ക്ലീനായിട്ടുള്ള മൗണ്ട് ദനാലിയും അന്റാർട്ടിക്കിലെ മൗണ്ട് വിൻസനുമാണ്. ഓക്കെ. ഈ ഷെയ്ഖ് ഹസൻ ഖാൻ എന്ന പർവ്വതാരോഹകനെ മലയാളിക്ക് പരിചയം ഒരുപക്ഷെ മൗണ്ട് ദനാലിയിൽ കുടുങ്ങിയ, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് അത് വാർത്തകളിൽ വരുന്നത്. എന്തായിരുന്നു അന്നത്തെ ആ ഒരു അപകടം പറയുന്നതിന് മുമ്പ് ഭയങ്കര വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്തു, ആരും കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല, നമ്മൾ രാജ്യത്തിന് വേണ്ടി ചെയ്തൊരു എക്സ്പെഡീഷനാണ്. അതിൽ നിന്ന് ഒരുപാട് അനുമോദനമൊക്കെ കിട്ടി. പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ കാര്യം അറിഞ്ഞുള്ളൂ.
പക്ഷേ ഈ മൗണ്ട് ദനാലിൽ ഞാൻ കുടുങ്ങിയ സമയത്ത് പർവ്വതാരോഹൻ മൗണ്ട് ദനാലിൽ കുടുങ്ങിയെന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നു. അത് ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞു. ഇപ്പം നാട്ടുകാരൊക്കെ പറയുന്നത് ആ മൗണ്ടനിൽ കുടുങ്ങിയ കുട്ടിയല്ലേ, മൗണ്ടനിൽ കുടുങ്ങുന്നതിന് മുമ്പ് ഞാൻ വേറെ മൗണ്ടൻ കയറിയിട്ടുള്ളത്. അതിന് പിന്നിലുള്ളൊരു എഫേർട്ട് നെഗറ്റിവിറ്റിയാണ് ശരിക്കും ആൾക്കാർ ആഗ്രഹിക്കുന്നത്. എല്ലാ വാർത്താ ചാനലുകളും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിന് എന്ത് നെഗറ്റീവായിട്ടുള്ള വാർത്ത ഉണ്ട്, അത് മാത്രമേ തീ പിടിക്കുന്നത് പോലെ കയറി പോകത്തുള്ളൂ. അല്ലാതെ റിയലായിട്ട് ഒരു ഇപ്പം ഞാൻ ദനാലിയുടെ മുകളിൽ കയറി ഇന്ത്യൻ ദേശീയ പതാക പറത്തി, അതല്ലേ ശരിക്കും കുടുങ്ങിയതിനേക്കാളും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. ആ വാർത്ത 10 പേര് കാണും, കുടുങ്ങിയ വാർത്ത 10 ലക്ഷം പേര് കാണും. അപ്പോൾ ഇതൊരു മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. കുടുങ്ങിയതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഞാൻ ശരിക്കും പോയത് തമിഴ്നാട്ടിലെ ഒരു എവറസ്റ്ററുണ്ട്, മുത്തമിൽ സെൽവി എന്നാണ് പുള്ളിക്കാരുടെ പേര്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരി 6 സമ്മിറ്റ്സ് ചെയ്തതാണ്. 7th സമ്മിറ്റാണ് പുള്ളിക്കാരിക്ക് മൗണ്ട് ദനാലി. പുള്ളിക്കാരിക്ക് അമേരിക്കൻ വിസ കിട്ടാൻ ഇച്ചിരി താമസിച്ചു. അപ്പോൾ അതുകൊണ്ട് കമ്പനികൾക്കൊന്നും നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല ദനാലി പോകാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരിക്ക് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 7 സമ്മിറ്റ് ആവണമെങ്കിൽ ജൂണിൽ തന്നെ ക്ലൈംബ് ചെയ്യണമായിരുന്നു. അപ്പം എനിക്ക് US വിസ ഉണ്ടല്ലോ. അപ്പം പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചു, വിസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ചോദിച്ചു, പെട്ടെന്നുള്ള ഷോർട്ട് നോട്ടീസിലായിരുന്നു, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ വരാമെന്ന് പറഞ്ഞു. എൻ്റെ ചിലവ് മുഴുവൻ പുള്ളിക്കാരി എടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല, വീണ്ടും മൗണ്ടനിൽ പോകുന്ന ആണല്ലോ നമുക്ക് ആഗ്രഹം. അപ്പോൾ ഞാൻ കിളിമഞ്ചാരോ പോയപ്പോൾ ഒരു 65 വയസ്സുള്ള ഒരു ഗൈഡ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. പുള്ളിക്കാരൻ്റെ പേരെന്തായിരുന്നു, ചാച്ച എന്നാണ് പേര്, റിയൽ നെയിം ചാച്ചാന്ന് തന്നെ. പുള്ളിക്കാരൻ വളരെ പ്രായമാണ്, പക്ഷേ വളരെ സ്റ്റബോണാണ്. പുള്ളിക്കാരൻ പറയുന്നത് എൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞ മൗണ്ടനാണ്, മൗണ്ടനിൽ വന്നാലേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എത്ര 100-150 പ്രാവശ്യം കിളിമഞ്ചാരോ കയറിയിട്ടുള്ള ആളാണ്. അപ്പോൾ അത് പറയുന്നത് പോലെ തന്നെ എനിക്കും മൗണ്ടനിൽ പോലെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരി ഓഫർ ചെയ്തപ്പോൾ തന്നെ ഞാനത് നിരസിച്ചില്ല. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരിയുടെ കൂടെ ഞാൻ പോവുക. അപ്പോൾ എനിക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എന്തൊക്കെ മേടിക്കണം, നമ്മൾ അൺഗൈഡഡ് ആയിട്ടാണ് പോകുന്നത്, അൺഗൈഡഡ് അൺസപ്പോർട്ടഡ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം. അങ്ങനെ ഞങ്ങൾ പതുക്കെ കയറി സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾ ക്യാമ്പ് 4 14,000 അടിയിൽ പെട്ടുപോകുന്നത്. സ്റ്റോമായി. പണ്ട് ഞങ്ങൾ സുവീർ പക്ഷിയുടെ കൂടെ പോയപ്പം ക്യാമ്പ് 2-ലായിരുന്നു, കയറുന്ന സമയത്തായിരുന്നു സ്റ്റോം. അത് പക്ഷേ 3 ദിവസം കഴിഞ്ഞ് മാറി. അപ്പോൾ ഞങ്ങൾ ക്ലൈംബ് ചെയ്തിട്ട് തിരിച്ചു വരികയല്ലേ, അപ്പോൾ ഭയങ്കരമായിട്ടും ബോഡി എക്സോസ്റ്റഡായി. പുള്ളിക്കാരിക്ക് ആ സമയത്ത് പീരീഡ്സ് ഒക്കെ ആയി. പുള്ളിക്കാരിക്ക് ഞാനും പുള്ളിക്കാരി ഒരു ക്യാമ്പിലാണ്, ഒരൊറ്റ ടെൻറ്റിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ കിടക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും പുള്ളിക്കാരി 3-4 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണം കുറച്ചേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, പക്ഷേ അത് കറക്റ്റ് സമയത്ത് കഴിക്കണം. ഈ ക്യാൻ ഉണ്ടെന്ന് പറഞ്ഞില്ല നമ്മളുടെ ഹ്യൂമൻ വേസ്റ്റ്, അത് ഉപയോഗിക്കുന്നതേ ഇല്ല, ബാത്റൂമിലേ പോകുന്നില്ല. പിന്നെ രാത്രി ഉറങ്ങുന്നില്ല, ഭയങ്കര തലവേദന. അപ്പോൾ ഞാനിത് വല്ലതും പഠിച്ചിട്ടുള്ളവർ എനിക്കറിയാമല്ലോ, ഇതൊക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡിലുണ്ടാകുന്ന ഡിസീസസാണ്. മീൻസ് AMS പോലെ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് സെർബ്രൽ എഡീമ പോലെയൊക്കെ അൺകോൺഷ്യസ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുക. ഇത് അടുത്ത സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അബ്നോർമലായിട്ട് പോകും. അപ്പോൾ അവിടെ നമുക്ക് ഹെലികോപ്റ്ററൊന്നും, ഈ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഹെലികോപ്റ്റർ നമ്മൾ റെസ്ക്യൂ ചെയ്യാനും പറ്റത്തില്ല. പിന്നെ നമ്മുടെ വെയിറ്റ് ഈ ലഗേജ് ആരും തൂക്കിക്കൊണ്ട് പോകത്തില്ല, നമ്മൾ തന്നെ തൂക്കിക്കൊണ്ട് പോകണം. അപ്പോൾ പുള്ളിക്കാരി സ്ട്രോങ് ആയിട്ടിരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. മാത്രമല്ല ചെന്നൈയിൽ ആണ് പുള്ളിക്കാരി ഞാൻ കണ്ടുമുട്ടുന്നത്. ഇപ്പോൾ ചെന്നൈയിൽ എന്നെ പുള്ളിക്കാരി ഡ്രോപ്പ് ചെയ്യാൻ വന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു 10-30 പേര്. എനിക്ക് രാഷ്ട്രീയത്തുമായിട്ട് നല്ല കണക്ഷനുള്ളതാണ്. മറ്റേ ഈ പാണ്ടിപ്പടക്കകത്ത് കാണുന്ന പോലെ ഒരു ടീം അങ്ങോട്ട് വിട്ടത്. അപ്പോൾ എനിക്ക് ഇവരെ തിരിച്ചു കൊണ്ട് കൊടുത്തില്ല, ഈ പാണ്ടിപ്പട എന്നെ തീർന്നു. ഇതെൻ്റെ മനസ്സിൽ എപ്പോഴും കിടപ്പുണ്ട്. കാരണം ഞാനാണല്ലോ കൊണ്ടുപോകുന്നത്, ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സാറ്റലൈറ്റ് ഫോണുണ്ട്, അത്യാവശ്യം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ, ബാറ്ററി ഇത് ചെയ്യാൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് 3 ദിവസം 4 ദിവസം ആയപ്പോഴാണ് ഞാൻ ശരിക്കും ഒന്ന് അറിയിച്ചേക്കാം നാട്ടിൽ. എൻ്റെ ഇത് ഉണ്ടായിട്ട് ഞാൻ അറിയിച്ചില്ലല്ലോ ആരും പറയരുതല്ലോ. അപ്പോൾ അങ്ങനെ ഫോൺ എടുത്ത് ഞാൻ 10-20 പേരെ വിളിച്ചു കഴിഞ്ഞപ്പം എല്ലാവരും ഈ ഇൻ്റർനാഷണൽ കോളാണല്ലോ, ഏതോ ഡേഞ്ചറസ് കോളാണെന്ന് കരുതി ആരും എടുത്തില്ല. ഒരാൾക്ക് ജർമ്മനിയിൽ നിന്ന് ഒരാൾക്ക് ജപ്പാനിൽ നിന്നൊക്കെ ഇത് ഇൻ്റർനാഷണൽ ആണല്ലോ. അവസാനം നമ്മുടെ ഹാഷ്മിയെ വിളിച്ചു. ഹാഷ്മി പത്ര റിപ്പോർട്ടർ ആയതുകൊണ്ട് എൻ്റെ റിലേറ്റീവ് ആയതുകൊണ്ട് പുള്ളിക്കാരനെടുത്തു. അപ്പോഴാണ് ഞാനിതുപോലെ ഞാൻ പറഞ്ഞൊന്നും പുള്ളിക്കാർക്ക് മനസ്സിലായില്ല, എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചു അതിനകത്ത്. അത് പുള്ളിക്കാരൻ വാർത്തയാക്കിയപ്പോഴാണ് ശരിക്കും ആയത്, ഇത് പുറത്തറിഞ്ഞത്. അപ്പോൾ ശരിക്കും ആ വാർത്ത ഇങ്ങനെ പരക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല, നമുക്കവിടെ ഭീകരത ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മൾ മരിച്ചിട്ടില്ല, നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടാനും സേഫായിട്ടിരിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരുടെ ഹെൽത്ത് ഓരോ നിമിഷവും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ സ്ട്രോങ് ആയിട്ടിരിക്കുക, എനിക്കറിയാം. കാരണം ഭക്ഷണം ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് നാളൊക്കെ സ്ട്രെങ്ത് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വാർത്ത അറിഞ്ഞ് റേഞ്ചർമാരുണ്ട്, അവർ താഴെ നിന്ന് മേളിൽ കയറി വന്ന് നമ്മളുടെ ക്യാമ്പിൽ വന്നിട്ട്, നമ്മുടെ ക്യാമ്പിൽ പേരൊന്നും ഇല്ലല്ലോ നമ്മുടെ ടെൻറ്റിന്, ഓരോ ടെൻറ്റിനും തട്ടി നോക്കി ഇന്ത്യക്കാരാണെന്ന് നോക്കി ഞങ്ങളെ വന്ന് കണ്ടുപിടിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ വല്ലതും ഡിസ്ട്രസ് മെസ്സേജ് അയച്ചാരെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അയച്ചാരെന്ന് പറഞ്ഞു.
അപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ പുള്ളിക്കാരെ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ കുറച്ച് ഡീഹൈഡ്രേഷൻ്റെ ടാബ്ലറ്റ്സ് അതും ഇതൊക്കെ കൊടുത്തു. അതുകൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ കാറ്റ് കുറയും, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം തൊട്ട് കാറ്റ് താഴോട്ടായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ വെയിറ്റും ഈ സാധനമെല്ലാം നമ്മളതിനെ എടുത്തുകൊണ്ട് ഇറങ്ങണമല്ലോ, ഒരു വേസ്റ്റോട് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഈ റേഞ്ചർമാർ താമസിക്കുന്ന ടെൻറ്റ് വഴി നമ്മൾ പോകേണ്ടത്. അപ്പോൾ പുള്ളിക്കാരി ഈ വെയിറ്റ് എല്ലാം ഇട്ടിട്ട് പുള്ളിക്കാരി താഴെ നടക്കാൻ വേണ്ടി കാലിങ്ങനെ കിടന്ന് വിറക്കുക പുള്ളിക്കാരുടെ. ഭയങ്കര വീക്കായി, സ്ട്രെങ്തായി. ഭക്ഷണം 4 ദിവസമായിട്ട് കഴിക്കുന്നില്ലല്ലോ, ഇങ്ങനെ വിറക്കുക. അപ്പോൾ ഞാൻ മാക്സിമം ലഗേജ് എടുത്ത് നിൽക്കുക, എനിക്കിനി എടുക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരി എന്തായാലും പുള്ളിക്കാരി ബാഗ് എടുത്തേ പറ്റൂ. പുള്ളിക്കാരി ഇങ്ങനെ പോയി റേഞ്ച് ഓഫീസിൽ ചോദിക്കുക ഇംഗ്ലീഷിലാണ്, ഐ ആം ഫ്രം ഇന്ത്യ, ഐ ഹാവ് മെനി കണക്ഷൻസ്, ഐ നോ ദ CM, നിങ്ങൾക്ക് ഒരു ഹെലികോപ്റ്റർ വിട്ടു തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഇത് ഇന്ത്യ അല്ല, ഇത് അമേരിക്കയാണ്, അവരൊന്നും തരത്തില്ല. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു യെസ്, ക്യാൻ യു മൂവ് യുവർ 1 feet? അപ്പോൾ യെസ് ഐ ക്യാൻ മൂവ്. കയ്യിൽ വെച്ചു. ക്യാൻ യു മൂവ് അനദർ ഫീറ്റ്? യെസ്. യു കണ്ടിന്യൂ ദിസ്. അങ്ങനെ ഞങ്ങൾ 6 മണിക്കൂറുണ്ട് ഇറക്കേണ്ടത്, 10-12 മണിക്കൂറുണ്ട് താഴെ നെക്സ്റ്റ് ക്യാമ്പിലെത്തി. ഓരോ ക്യാമ്പിൽ ഡൗൺ ആകുന്നതോറും നമുക്ക് എനർജി കൂടും, ഈ ആൾട്ടിറ്റ്യൂഡ് ഇറങ്ങുകയാണല്ലോ. അങ്ങനെ പിന്നെ പതുക്കെ പുള്ളിക്കാരിയെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങി വന്ന്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ തന്നെ ഒരു മാനസികമായിട്ടുള്ള വിൽ പവർ കൂടുകയായിരുന്നു. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതല്ല, ഒരാളെ കൊണ്ടുപോകുന്നത്, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവരെ നമുക്ക് ദേഷ്യം വരും, അപ്പോൾ നമ്മൾ അവരെ ഒന്നും പറയരുത്. ഇത് എനിക്ക് പുതിയതായിരുന്നു. അപ്പം അങ്ങനെ പതുക്കെ ഞങ്ങൾ പിന്നെ അവസാനം താഴെ എത്താറായപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് കുറച്ചുകൂടെ എനർജിയൊക്കെ വന്നു. തമിഴ്നാട്ടിലുള്ള മുറുക്കൊക്കെ ഇത് മാത്രമേ കഴിക്കത്തുള്ളൂ, അത് കഴിച്ചുകൊണ്ട് നടന്ന് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അത് ഇറങ്ങുന്ന സമയത്തായതുകൊണ്ട് കയറുമ്പോഴാണ് ഞങ്ങൾ പെട്ടു പോകുന്നതെങ്കിലും പുള്ളിക്കാരിക്ക് ഇതുപോലെ ഡിഫിക്കൽട്ടി വന്നാൽ കയറാൻ പറ്റത്തില്ല. നമ്മൾ മൗണ്ടനിൽ പോകുമ്പോൾ ഒരിക്കലും നമുക്ക് ഞാൻ കയറിയിട്ട് വരുമെന്ന് പറഞ്ഞു പോകാൻ പറ്റത്തില്ല, ഞാൻ കീഴടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു ശുദ്ധ മണ്ടത്തരമായിട്ടുള്ള വേടാണ്. നമ്മൾ ട്രൈ ചെയ്യാം. കാരണം 50% നമ്മൾ ഫിസിക്കൽ, മെൻ്റൽ, സൈക്കോളജിക്കലി സ്ട്രോങ് ആണെങ്കിലും 50% ലക്കാണ്. ലക്കെന്ന് പറഞ്ഞാൽ പ്യുവർ ലക്കാണ്. ആ പ്രകൃതി നമ്മളെ അനുഗ്രഹിക്കാതെ ഒരാൾക്കും പർവ്വതത്തിൻ്റെ മുകളിലെത്താൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പം നമുക്ക് വലിയ അനുഭവങ്ങളാണ്. ഓരോ കൊടുമുടികളും നമുക്ക് കാത്തു വച്ചിരിക്കുന്നത് എന്തൊക്കെയോ അനുഭവങ്ങളായിരിക്കും. ഇപ്പോൾ ഇത്തരം അനുഭവങ്ങൾ സാധാരണ നമുക്കൊരു സഞ്ചാരികളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പോയ നാടുകളിലെ മനുഷ്യരെങ്ങനെയാണ്, ആരൊക്കെ നിങ്ങൾ കണ്ടുമുട്ടി, അവരുടെ കൾച്ചർ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഈ ഒരു മൗണ്ടനിയറോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടുമുട്ടിയ മനുഷ്യരെക്കുറിച്ചായിരിക്കില്ല, നിങ്ങൾ മൃതദേഹങ്ങളെ കണ്ടുമുട്ടിയില്ലേ, അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരു പക്ഷേ പറയാനുണ്ടാവും അല്ലേ? എവറസ്റ്റിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മൃതദേഹങ്ങൾ കൂടുതലായിട്ടും കിടക്കുന്നത് 8000 മീറ്റർ എബോവ് ഉള്ള പീക്കിലാണ്. ഞാനതിൽ പോയിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് മാത്രമേ ഉള്ളൂ. മൗണ്ട് എവറസ്റ്റ് ആണല്ലോ കൂടുതൽ ആൾക്കാരും കയറാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവർക്കും വേണ്ടത് ഫസ്റ്റാണ്, സെക്കൻഡ് ആർക്കും വേണ്ട. എനിക്ക് സെക്കൻഡും ഫസ്റ്റും സെക്കൻഡ് K2 മൗണ്ട് K2. മൗണ്ട് K2വും മൗണ്ട് എവറസ്റ്റും കയറാൻ ഏകദേശം ഒരേ പൈസയാണ്. പക്ഷേ നമ്മൾ അപ്പോഴും പ്രിഫർ ചെയ്യുന്ന മൗണ്ട് എവറസ്റ്റ് ആയിരിക്കും. അപ്പം കൂടുതലായിട്ടും ഡെഡ് ബോഡികൾ ഈ 8000 മീറ്റർ എബോവിലാണ് കിടക്കുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ 8000 മീറ്റർ വിട്ട് കുറച്ച് മേലോട്ട് 8400 ഒക്കെ ആകുമ്പോൾ തൊട്ട് നമുക്ക് കണ്ടു തുടങ്ങും. പിന്നെ കൂടുതൽ നമ്മൾ നൈറ്റിലാണ് യാത്ര ചെയ്യുന്നത് അങ്ങോട്ട്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് നമ്മുടെ ഫ്രണ്ടിൽ പെടുന്നത് മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. തിരിച്ചിറങ്ങി വരുമ്പോഴായിരിക്കും പ്രകാശം കയറുന്നത്, അപ്പോഴായിരിക്കും കാണുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നത്. പിന്നെ 2 വശത്തൂടെ എവറസ്റ്റിൽ കയറാം. നമുക്ക് നേപ്പാൾ വഴിയും കയറാം, ചൈന വഴിയും കയറാം. അപ്പോൾ നേപ്പാൾ വഴി കയറുമ്പോഴും കുറച്ച് ബോഡീസ് ഉണ്ട്, ചൈന വഴി കയറുമ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ നേപ്പാൾ വഴി ആയതുകൊണ്ട് ആ രീതിയിൽ മാത്രമുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പ്രശസ്തമായ ഗ്രീൻ ബൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോഡിയൊക്കെ കിടക്കുന്നത് ചൈന സൈഡിലാണ്. പിന്നെ പല ബോഡികളും പണ്ട് ഈ പറയുന്നത് പോലെ കൃത്യമായ രീതിയിലുള്ള റോപ്പിംഗ് ഒക്കെ വളരെ കുറവായിരുന്നു. അപ്പം ഈ റൂട്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ബോഡികൾ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ആൾക്കാർ കുറച്ചും കൂടെ സിവിലൈസ്ഡ് ആയതുകൊണ്ട് ആ ബോഡികളൊക്കെ അടയാളക്കുറികളായിരുന്നു. അപ്പം സിവിലൈസ്ഡ് ആയതുകൊണ്ട് അവർ ഈ ബോഡിക്ക് കുറച്ചുകൂടെ ഒക്കെ അംഗീകാരം, ഒരു ബഹുമാനം കൊടുക്കാൻ വേണ്ടി ആൾക്കാർ പോകുന്ന റൂട്ടിൽ നിന്നൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. ഈ ബോഡി എടുക്കാത്തതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഒരു എക്സ്പെഡീഷനായിട്ട് പോയിട്ട് 40-50 ലക്ഷം രൂപ മുടക്കി 4-5 പേര് പോയിട്ട് എടുത്തുകൊണ്ട് വന്നു. ഹെലികോപ്റ്റർ ഒരു 6500 മീറ്റർ മേലോട്ട് പൊങ്ങത്തില്ല, ത്രസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇല്ല. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലൈംബ് ചെയ്യുന്ന പല ആൾക്കാർക്കും റിലേറ്റീവ്സ് ഒന്നും കാണത്തില്ല. ആര് ബോഡി ക്ലെയിം ചെയ്യും? അപ്പോൾ നേപ്പാൾ സർക്കാർ എടുക്കാതെ അവിടെ ഇട്ടിരിക്കും. മൂന്നാമത്തെ കാര്യം, പല ആൾക്കാരും നമ്മൾ ഈ മക്കയിലൊക്കെ പോയി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ മൗണ്ട് എവറസ്റ്റ് കിടന്ന് മരിക്കുന്നത് ഒരു പർവ്വതാരോഹൻ്റെ സ്വപ്നമാണ്, കയറുമ്പോഴും ഇറങ്ങുമ്പോഴും. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചാലും ഐ ആം വെരി ഹാപ്പി. നമ്മൾ അവിടെ തന്നെ ഒടുങ്ങാം, എവിടെയെങ്കിലും ഒടുങ്ങണമല്ലോ.
നമ്മുടെ ബെസ്റ്റ് പ്ലേസ് മൗണ്ട് എവറസ്റ്റ്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പർവ്വതം ആയിക്കോട്ടെ, ഏതെങ്കിലും പർവ്വതം ആയിക്കോട്ടെ. അപ്പോൾ അതൊരു പ്രിവിലേജായിട്ട് വീട്ടുകാർ തന്നെ മരിച്ചു കഴിയുമ്പോൾ അന്ന് ആ ബോഡി അവിടെ തന്നെ കിടക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് പോലെ അല്ല, പലരും ലൈഫിൽ ചിലപ്പോൾ ഒരു 40, 45, 50 ഏജിൽ അവരുടെ ലൈഫിൽ അതിന് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ എടുക്കുന്ന എഫേർട്ടെന്ന് വെച്ചാൽ പൈസ മാത്രമല്ല, അവർ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് പ്രായമായവരൊക്കെ വരുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അവരവിടെ തന്നെ ഉപേക്ഷിക്കും. ഈ ഡെഡ് ബോഡികൾ ഏത് അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നത്? അതായത് അവരുടെ ആ ഒരു പർവ്വതാരോഹകൻ്റെ മുന്നൊരുക്കങ്ങളോട് കൂടി തന്നെയാണോ, അങ്ങനെ തന്നെയാണോ? അത് നമ്മളീ പോകുമ്പോൾ 8000 മീറ്റർ അബോവിൽ പോകുമ്പോൾ 8,000 അബോവ് ജാക്കറ്റ് ഉണ്ട്, നമ്മളുടെ മെയിൻ ജാക്കറ്റ് ഉണ്ട്. അത് നമ്മളൊരു 4-5 ലെയർ താഴെ ഇട്ടിട്ട് ഈ മെയിൻ ജാക്കറ്റ് ഇടും. ചിലർ സിംഗിൾ സ്യൂട്ടാണ്, ചിലർക്ക് ഡബിൾ സ്യൂട്ടാണ്. ഈ സ്യൂട്ട് ഇടാതെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല സാധാരണ മനുഷ്യർ. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ബോഡികളെല്ലാം ഈ സ്യൂട്ട് ഇട്ടാണ് കിടക്കുന്നത്. അവർ ഗ്ലൗസ് മുതൽ അവർക്ക് ബൂട്ട് മുതൽ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ മുഖം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. മുഖം പലരുടെയും മുഖം വെളുത്ത് വിളറി, തണുപ്പാണല്ലോ എപ്പോഴും, അങ്ങനെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. ഒന്നും അഴുകിയൊന്നും പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ചിലർക്കൊക്കെ പേടിയാണ് ഇപ്പോൾ മൃതകളുടെ മുഖത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ നോക്കി നിൽക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ക്ലൈംബ് ചെയ്തവരായിരിക്കാം, ക്ലൈംബ് ചെയ്യാത്തവരായിരിക്കാം, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് യാത്ര ചെയ്ത ആൾക്കാരാണ്. ശരിക്കും ഞാനിപ്പോൾ തിരിച്ചു വന്നില്ല, ഞാൻ അവിടെ ഒരു ഡെഡ് ബോഡിയായി കിടക്കേണ്ട ഒരാളാണ്. എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമുണ്ട്. അപ്പം എൻ്റെ കഥകൾ ആര് കേൾക്കും? ഈ മരിച്ചു കിടക്കുന്ന ബോഡിക്കൊക്കെ എന്തുമാത്രം കഥ പറയാൻ കാണും. ഞാനത് ആലോചിക്കുന്നു. അതെല്ലാം അവിടെ വെച്ച് എൻ്റെ ആയിപ്പോയില്ലേ.